നമസ്കാരം. ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുമ്പോൾ നാം അറിയാതെ പറഞ്ഞു പോരുന്ന ചില തെറ്റുകളെക്കുറിച്ച്, അറിയാതെയാണ് കേട്ടോ, ആരും വേണമെന്ന് വിചാരിച്ചൊരിക്കലും തെറ്റുകൾ ചെയ്യാറില്ലല്ലോ, അറിയാതെ പറഞ്ഞു പോരുന്ന തെറ്റുകളെക്കുറിച്ച് 2 വീഡിയോകൾ ചെയ്തിരുന്നു. ഇനിയും ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുണ്ട്, അതിനുള്ള വീഡിയോയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ വീഡിയോ ആരെയും വേദനിപ്പിക്കുവാനുള്ളതല്ല. ഞാൻ ഇത്രയും കാലം ഇങ്ങനെയാണ് ജപിച്ചത്, അതിൻ്റെ ഫലം കിട്ടുമോ കിട്ടില്ലയോ എന്നൊന്നും ചോദിക്കരുത്. അറിയില്ല. ഭക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഭക്തി മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധ എന്നുള്ള വാക്കെടുത്ത് കളയേണ്ടി വരും. ഭക്തി ശ്രദ്ധാ പുരസരം എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം തന്നെ പറഞ്ഞു പോരുന്നത്. ഭക്തി ശ്രദ്ധാപുരസരം. ഭക്തിയും വേണം, ശ്രദ്ധയും വേണം. ആ ശ്രദ്ധയിലൂടെയാണ് നാം ഈ കാര്യങ്ങളെല്ലാം, തെറ്റുകളെല്ലാം തിരുത്തി മുന്നോട്ട് പോകുന്നത്. ഇതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ശരിയായി പഠിച്ചാൽ നമ്മുടെ മക്കൾ ശരിയായി പഠിക്കും. നമ്മളിൽ നിന്ന് പഠിക്കുന്നവരെല്ലാം തന്നെ ഇത് ശരിയായിട്ട് പഠിക്കും. അങ്ങനെ കുറേ കൊല്ലം കൊണ്ട് ആ തെറ്റുകളെല്ലാം മാഞ്ഞു പോകും, സ്വയമേവ മാഞ്ഞു പോകും. നമുക്കിനി കാര്യത്തിലേക്ക് കടക്കാം. ലളിതാ സഹസ്രനാമം ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഏതക്ഷരമാണ് നമുക്ക് തെറ്റുന്നത്, അറിയാതെ തെറ്റുന്നത്? ട, ഠ, ഡ, ഠ, ണ. ഇതിൽ ട എന്നുള്ള പദം നാം എഴുതുന്നത് മലയാളത്തിൽ ഇങ്ങനെയാണ്: ട, ഠ, ഡ, ഠ, ണ. അപ്പോൾ ഇതിൽ ട പ്രൊനൗൺസ് ചെയ്യുമ്പോൾ പല വാക്യങ്ങളിലും നാം ഡ എന്നായിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഉദാഹരണം, ട പ്രൊനൗൺസ് ചെയ്യുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ കോടി എന്ന് എഴുതിയിട്ട് നാം സാധാരണയായി മലയാളത്തിൽ കോടി എന്നേ പറയുള്ളൂ. 1 കോടി രൂപ ലോട്ടറി, കോടി രൂപ എന്ന് പറയും, കടാക്ഷം എന്ന് പറയും, അങ്ങനെ പലതരം, വട എന്ന് പറയും. അതൊക്കെ കോമൺ മലയാളത്തിലെ യൂസേജ് ആണ്. പക്ഷേ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ, സൂക്തങ്ങൾ ജപിക്കുമ്പോൾ, ശ്ലോകങ്ങളെല്ലാം തന്നെ ജപിക്കുമ്പോൾ നാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലളിതാ സഹസ്രനാമത്തിൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. 4ാമത്തെ ശ്ലോകം: കുരുവിന്ദമണി ശ്രേണി കനത് കോട്ടീരമണ്ഡിത. ഒന്നുകൂടി: കുരുവിന്ദമണി ശ്രേണി കനത് കോട്ടീരമണ്ഡിത. കനത് കോടീര എന്നാണ് ജപിക്കുന്നത്. അറിയാതെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. കനത് കോടീര എന്ന് വന്നുപോകും, അറിയാതെ വന്നുപോകും. ഇനി മുതൽ താങ്കൾ ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും ഇത് തിരുത്തുവാൻ സാധിക്കും എല്ലാവർക്കും, അതിലൊരു സംശയമില്ല. കുരുവിന്ദമണി ശ്രേണി കനത് കോട്ടീരമണ്ഡിത. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കാം. ശ്ലോകം 10: കർപ്പൂര വീട്ടികാമോദ സമാകർഷ ദിഗന്തര എന്നുള്ളതാണ്. കർപ്പൂര വീട്ടികാമോദ, കർപ്പൂര വീട്ടികാമോദ. ഇപ്പൊ നാം അറിയാതെ എങ്ങനെ ജപിക്കുന്നു? കർപ്പൂര വീടികാമോദ എന്ന് വന്ന് പൊക്കൊണ്ടിരിക്കുകയാണ്. അറിയാതെ വരുന്നതാണ്, ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പൊ കർപ്പൂര വീടികാമോദ ഇനി ജപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കർപ്പൂര വീട്ടികാമോദ, വീട്ടികാമോദ സമാകർഷ ദിഗന്തര. ഇവിടെ ദിഗന്തര എന്ന് ജപിക്കരുത്, ദിഗന്തര. ന്യായും തായും ചേർന്നതാണ്. അവിടെയെല്ലാം ഇൻത എന്നുള്ളതാണ്, മന്ത്രം എന്നുള്ളതാണ്. ദിഗന്തര, ദിഗന്തര. ഒന്നുകൂടി ജപിക്കാം. കർപ്പൂര വീട്ടികാമോദ സമാകർഷ ദിഗന്തര. കർപ്പൂര വീട്ടികാമോദ സമാകർഷ ദിഗന്തര എന്നുള്ളതാണ്. ശ്ലോകം 16: അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കടീ തടി. അപ്പോൾ നമ്മളിങ്ങനെ ജപിച്ച് കടീ തടി എന്നതായിരിക്കും കേൾക്കുക. ഇനി മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നാം അറിയാതെ വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ജപിക്കണം? അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കടീ തടി, കടീ തടി എന്നുള്ളതാണ്. അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത് കടീ തടി എന്നുള്ളതാണ്. അപ്പൊ തടി എന്നുള്ള ദീർഘമുണ്ട്. വസ്ത്രഭാസ്വത് കടീ തടി. 23ാമത്തെ ശ്ലോകം:
മഹാപത്മാടവി സംസ്ഥ കദംബ വനവാസിനി എന്ന് ജപിച്ചു പോരുന്നുണ്ട്. അറിയുന്നില്ല അത്. മഹാപത്മാടവി സംസ്ഥ. അപ്പോൾ എങ്ങനെ ജപിക്കണം? മഹാപത്മാടവി സംസ്ഥ, മഹാപത്മാടവി സംസ്ഥ കദംബ വനവാസിനി. അവസാനമായിട്ട് ഒരു ഉദാഹരണം കൂടി. 25-ാമത്തെ ശ്ലോകം നോക്കാം. അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടിഭിരാവൃത. കോടി കോടിഭിരാവൃത എന്നുള്ളതല്ല, കോടി കോടിഭിരാവൃത. അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടി കോടിഭിരാവൃത. കോടി കോടിഭിരാവൃത. ഇനിയും ഇതുപോലെ പല സ്ഥലത്തും ഈ ഒരു അക്ഷരം വരുന്നുണ്ട്. കടാക്ഷ കിങ്കരീഭൂത കമലാ കോട്ടിസേവിത. ഏവർക്കും സുപരിചിതമായ ഒരു നാമമാണ് ലളിതാ സഹസ്രനാമത്തിലെ. കടാക്ഷ കിങ്കരീഭൂത. കിങ്കരി എന്ന് പറയരുത്. കടാക്ഷ കിങ്കരീഭൂത കമലാ കോട്ടിസേവിത. ഇനി ഇതേവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി താങ്കൾ ഇത് പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞത് ഓർമ്മ വരും. തെറ്റ് തിരുത്തി ആയിരിക്കും താങ്കൾ ജപിക്കുന്നത്. അതിൽ തർക്കമില്ല എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഏവർക്കും ഇത് മാറ്റുവാൻ സാധിക്കും. ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഇത് ഏവരിലേക്കും എത്തിക്കുക. ഇത് ആരെയും വേദനിപ്പിക്കുവാനുള്ള വീഡിയോ അല്ല. വീണ്ടും പറയുകയാണ്. ഞാൻ ഇവിടെ ഗുരുവൊക്കെ ചമഞ്ഞ് അങ്ങനെയൊന്നുമില്ല. ബെസ്റ്റ് പ്രാക്ടീസസ് ഷെയറിംഗ് എന്ന് പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങൾ എത്തിക്കുവാൻ, ജനങ്ങളിലേക്ക്, അറിയാത്തവരിലേക്ക് എത്തിക്കുവാനുള്ളൊരു ശ്രമം മാത്രമാണ്. ഇവിടെ ഗുരു ഒന്നുമില്ല. ഗുരുവൊക്കെ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. അവർക്കെല്ലാം പ്രണാമമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു റിക്വസ്റ്റ്, ഈ വീഡിയോസ് ഒന്ന് ഏവരിലേക്കും എത്തിക്കുക. ഈ തെറ്റുകുറ്റങ്ങളൊന്ന് നമുക്ക് ശരിയാക്കണം. ഇത് നമ്മൾ പറഞ്ഞ് ആ തെറ്റിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതിലേക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് ഒരു 12 മിനിറ്റിൽ ലളിതാ സഹസ്രനാമം ജപിച്ചിട്ട് പോരുക. 5-8 മിനിറ്റിൽ എങ്ങനെയെങ്കിലൊക്കെ ജപിച്ച് പോരുകയാണ്. പക്ഷേ ഫലം കറക്റ്റായിട്ട് പ്രതീക്ഷിക്കണം. നമ്മളുടെയൊക്കെ ചിന്ത അങ്ങനെയാണ്. ഫലം ലഭിച്ചേ പറ്റൂ. ഞാൻ പല രീതിക്കും ജപിക്കും, പക്ഷെ എനിക്ക് ഫലം ലഭിക്കണം എന്നുള്ള ഒരു ചിന്തയാണ്. 6-8 മിനിറ്റിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് അറിയില്ല, അതിനെക്കുറിച്ചൊന്നും പോട്ടെ, അത് വേറെ രീതിക്ക് വേറെ ചിന്ത. നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോഴെങ്കിലും ഇതിങ്ങനെ ഈ തെറ്റുകൾ മാഞ്ഞ് പതുക്കെ മാഞ്ഞ് അങ്ങ് പോകും. തീർച്ചയാണ്. ഏവരെയും ദേവി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.